ഫാക്ടറി തുടർന്ന് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നാളെ നമ്മുടെ റെഡ് ഓഫീസിന്റെ പരേഡും അതുപോലെ തന്നെ നോർത്ത് കടക്കൽ ഈ രണ്ട് എക്സിറ്റ് ചേർന്നുള്ള വൻപിച്ച പൊതുപ്രകടനമാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. അത് റെഡ് ഓഫീസിന്റെ പരേഡ് കൃത്യം 3 മണിക്ക് തന്നെ നമ്മുടെ സീൽവാൻ ജംഗ്ഷൻ സീൽവാൻ ജംഗ്ഷനിൽ നമ്മുടെ മുഴുവൻ വളണ്ടിയേഴ്സും 3 മണിക്ക് തന്നെ എത്തിച്ചേരണം. 4 മണിക്ക് നമ്മുടെ മാർച്ച് ആരംഭിക്കണം. ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ആ മാർച്ച് കിട്ടും 4 മണിക്ക് തന്നെ ആരംഭിക്കും. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാ ലോക്കൽ കമ്മിറ്റികളും അതിനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ട് തന്നെ 3 മണിക്ക് വോളണ്ടിയേഴ്സിനെ സീൽവാനിലൂടെ എത്തിച്ചേരണം. അതുകൊണ്ട് നമ്മുടെ പൊതുപ്രകടനം ആരംഭിക്കുന്നത് 4 മണിക്കാണ്. നോർത്ത് കടക്കൽ ഈ 2 ലോക്കൽ കമ്മിറ്റിയാണ്. എല്ലാ ബാറിന്റെ കീഴിൽ ഈ 2 ലോക്കൽ കമ്മിറ്റിയുടെയും ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ ബാറിന്റെ കീഴിലാണ് നമ്മുടെ പൊതുപ്രകടനം ആരംഭിക്കുന്നത്. 3800 സഹകരണ പങ്കെടുക്കുന്ന ഒരു പഠിച്ച പ്രകടനമാണ്. കൃത്യസമയത്ത് തന്നെ 4 മണിക്ക് തന്നെ ആരംഭിക്കും. അപ്പൊ 4 മണിക്ക് ഉപപ്രകടനത്തിന് മുന്നിൽ മുഴുവൻ പേരെയും കേന്ദ്രീകരിച്ച് പ്രകടനം ആരംഭിക്കുന്നതാണ്. നമ്മുടെ ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1.5 മാസക്കാലമായ ക്യാമ്പയിൻ നമ്മൾ തുടർന്ന് ആരംഭിച്ചതെങ്കിൽ കൃത്യമായി പാർട്ടി ഗവൺമെന്റ് കൊണ്ടുള്ള തീരുമാനം എടുത്തു വയ്ക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്നാൽ ഇത് ജില്ലാ സെക്രട്ടറിയോട് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ഡിസംബർ 1 വെച്ചിട്ട് നമ്മൾ ചേർക്കേണ്ട മുഴുവൻ ദേശാഭിമാനി പത്രവും ഇപ്പൊ തന്നെ ചേർക്കേണ്ട സമയം കഴിഞ്ഞു. ഒരുപാട് പത്രം പൊളിച്ചിലേക്ക് പോയേക്കാം. ആ പത്രം മുഴുവൻ റിന്യൂ ചെയ്ത് പുതിയതായി ചേർക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ചേർത്തുകൊണ്ട് 1-ാം തീയതി പൂർത്തീകരിക്കണം എന്ന മുതലെടുക്കാൻ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനമാണ് നാം നടപ്പിലാക്കേണ്ടത്. പിന്നെ അതുപോലെ ചിന്ത ഇന്നത്തെ പൂർത്തീകരിക്കണമെന്ന് മുതലെടുക്കാൻ തീരുമാനിക്കുന്നത് ചോദിച്ചാൽ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റികൾ അടയ്ക്കാനുണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ അവസാനം തന്നെ ആ ചിന്തയുടെ പൈസ കൂടി അടച്ച് അത് പൂർത്തീകരിക്കണം. അതിന് തുടർ ദിവസത്തേക്ക് മാറ്റി വെക്കാനേ പാടില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അടിയന്തരമായി പറയണ്ട, നമ്മൾ ഇപ്പോൾ തന്നെ വിശദമായി സൂചിപ്പിച്ചതാണ്. നമ്മുടെ അത്യാവശ്യത്തെ പണിക്ക് വേണ്ടി സ്ഥലമെല്ലാം വാങ്ങി ചെറുപ്പത്തിൽ പണി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് ഉടനെ ആരംഭിക്കണമെന്ന് നിലയ്ക്ക് തന്നെയാണ് പാർട്ടി റിപ്പോർട്ടിൽ നമ്മുടെ സമയം റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ പണി ആരംഭിക്കുകയും സമയബന്ധിതമായി ആ പണി പൂർത്തീകരിക്കുന്ന ആവശ്യമായ എല്ലാ ഇടപെടലുകളും നമ്മുടെ മുഴുവൻ പാർട്ടി സഹായത്തോടുകൂടി തന്നെ അത് ചെയ്ത് പൂർത്തീകരിക്കണം എന്ന് നിലക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ആ നിലയ്ക്ക് തന്നെ പണി ആരംഭിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം നമ്മൾ കാണുന്നത് ഇവിടെ സൂചിച്ചാണ് ഏകദേശം 10-30 വർഷത്തിന് ശേഷമാണ് നമ്മുടെ സ്റ്റേറ്റ് സമ്മേളനം കൊല്ലത്തിൽ നടക്കുന്നത്. ആ കൊല്ലത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് വലിയ പ്രവർത്തനം ഏൽപ്പിക്കാറുണ്ട്. അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാർ നടത്തിയുള്ള കാര്യങ്ങളുണ്ട്. ആ സമ്മേളനം മുഴുവൻ വിജയിപ്പിക്കേണ്ട മുഴുവൻ ചുമതലയും വോളണ്ടിയേഴ്സിന്റെ ആയിരുന്നാലും പൊതുപ്രവർത്തകരായിരുന്നാലും അതിന്റെ മുഴുവൻ ചുമതലയും കൊല്ലത്ത് നമ്മുടെ സഹായിക്കാനുള്ളത്. അത് പൂർണ്ണതോതിൽ നമ്മളെല്ലാം ഒരേ മനസ്സോട് വെച്ച് തന്നെ അത് ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് പിരിവില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മള് ഭൂമിക വെച്ചാണ് പൈസ കളക്ട് തീരുമാനിക്കുമ്പോൾ എല്ലാ വീടുകളിലും പാർട്ടി മെമ്പർമാരുടെയും ശേഷിയുള്ള നമ്മുടെ അനുഭവങ്ങളുടെ എല്ലാം ഭൂമിക വെച്ചിട്ടുണ്ട്. ആ ഭൂമികയിൽ കൃത്യമായി 500 രൂപ വീതം തന്നെ വെച്ച് അത് നമ്മുടെ സമ്മേളനം ഉപയോഗിക്കത്തക്കവണ്ണം നമുക്ക് ആ സമ്മേളനം വിജയിക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ബന്ധപ്പെട്ടുകൊണ്ട്
എല്ലാ പൊതുസ്ഥാപനത്തിനും കൂടി അഭ്യർത്ഥിക്കുന്നു.